മിനിസ്റ്റർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ വിവരം അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചീഫ് എഞ്ചിനീയറോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സമീപ പ്രദേശത്തുള്ള പമ്പിങ് ഇത്തിരി കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേ ടാങ്കിലേക്ക് ഇത്തിരി കൂടി കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ എന്ന്. കപ്പാസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്നും നമ്മൾ ജലക്ഷാമമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഇപ്പോൾ ഏറ്റവും മാക്സിമം ചെയ്ത് കാണും. അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കുടിവെള്ള ക്ഷാമം ഇവിടെ രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പേട്ട ഭാഗത്തും അതുപോലെ തന്നെ പാലാരിവട്ടം, എളമക്കര, പച്ചാളം ഭാഗത്തും ഒക്കെയുള്ള പമ്പിങ് വലിയ പ്രശ്നം വരും. ഇത് ഓൾട്ടർനേറ്റ് മറ്റേ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണത്തിന് 68,000 കപ്പാസിറ്റി എന്നാണ് പറയണത്. 68,000 ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത്രയും ഒഴുകിപ്പോയി. ഇവിടുത്തെ സമീപവാസികളുടെ ഒക്കെ വീടുകളിൽ രാത്രി 2:30 മണിക്ക് ആയതുകൊണ്ട് ഉറക്കത്തിലാണ് അവർ പെട്ടെന്ന് വലിയ ശബ്ദമൊക്കെ ആയിട്ട് ഒരു വീടിന്റെ മതിൽ വരെ തകർന്നു പോയിട്ടുണ്ട്. ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇപ്പോൾ അടിയന്തരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയുണ്ടോ? മിനിസ്റ്റർ പറഞ്ഞത് കളക്ടറിനെ ഇടപെടുത്തി എല്ലാ വീടുകളിലേക്കും എത്താത്ത സ്ഥലങ്ങളിലേക്ക് ടാങ്കറിൽ വെള്ളം അടിക്കാനായിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഓൾട്ടർനേറ്റ് ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാലും ആവശ്യത്തിന് വെള്ളം നിലവിലില്ല. ഇല്ലാത്ത വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് പറയാൻ സാധിക്കില്ല. അതെ, അപ്പൊ ഇത്തരത്തിൽ പിന്നെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ തറന്നിട്ടുണ്ടല്ലേ? ഇന്നലെ വെളുപ്പിന് ഏകദേശം 2:30 മണിയോടുകൂടിയാണ് നമ്മുടെ ഈ ടാങ്ക് തകർന്നതെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അതിൻ്റെ വെള്ളം ഒഴുകി ആ സമീപ പ്രദേശങ്ങളിലെ റോഡും വീടുകളിലെ ഇരുന്ന മതിലുകളും അതുപോലെ തന്നെ ബൈക്കും എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എറണാകുളം നിയോജകമണ്ഡലത്തിലാണ്. ചെരനല്ലൂർ, വടുതല, എളമക്കര, എറണാകുളം സിറ്റി, ഈ സിറ്റി ബൂസ്റ്റിംഗ് നടത്തുന്ന ടാങ്കാണിത്. അപ്പോൾ സ്വാഭാവികമായി അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് എന്നുള്ള നിലയിൽ നമ്മുടെ 2 കമ്പാർട്ട്മെന്റുകളാണ് ഈ ഇതിനുള്ളത്. ഒരു കമ്പാർട്ട്മെന്റിലേക്ക് നിലവിലുള്ള വാൽവ് റെക്ടിഫൈ ചെയ്ത് ആ വാൽവിലൂടെ ഇനി നഗരത്തിലേക്കുള്ള വെള്ളം ബൂസ്റ്റിംഗ് നടത്താനുള്ള ക്രമീകരണം ചെയ്യാമെന്നാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞത്. അത് നാളത്തോട് അതിനുള്ള നടപടി പൂർത്തീകരിക്കാമെന്നാണ് അവർ പറയുന്നത്.